ബംഗാൾ ആര് നേടും? അതാണ് ഒരു ഒന്നൊന്നര ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ 4 സംസ്ഥാനങ്ങളിലേക്കും അതുകൂടാതെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മദർ ഓഫ് ഓൾ ബാറ്റിൽസ് എന്നൊക്കെ പറയുന്നത് ബംഗാളാണ്. ബംഗാൾ ആര് പിടിക്കും? അതാണ് നെറേറ്റീവ് ബിൽഡിങ്ങിൽ ഏറ്റവും ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അതിനൊരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ BJP പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്ന എക്സിറ്റ് പോളുകളിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം BJP അധികാരത്തിൽ വരാൻ ഒരു അട്ടിമറി ജയം, മമതയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP ഒരു അട്ടിമറി വിജയം ബംഗാളിൽ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ബംഗാളിലെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് അണ്ടർ കറൻസ് ഉണ്ട്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഹിന്ദു പോളറൈസേഷൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, കൗണ്ടർ പോളറൈസേഷൻ, മുസ്ലിം വിഭാഗക്കാരുടെ പോളറൈസേഷൻ ഉണ്ട്, SIR-നെതിരെയും SIR-നെ അനുകൂലിച്ചുമറ്റുള്ള രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അണ്ടർ കറൻസ് ഉണ്ട്. ഒരു ഫിയേഴ്സ് ബാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിരിക്കുന്നത്. എക്സ്ട്രീം ക്ലോസ് കോണ്ടസ്റ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെങ്കിലും താഴെ നിന്നല്ലെങ്കിൽ ഒരു അണ്ടർഡോഗ് എന്നുള്ള രീതിയിൽ കയറി വന്ന BJP ഒരു വേവ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും പാർട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ബംഗാളിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിലെങ്കിലും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ കാൽക്കുലേഷനിലേക്ക് എത്താൻ ബംഗാളിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിസൾട്ട് വന്നാൽ മാത്രമേ ഒരു കറക്റ്റ് പ്രഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ അപ്പർ ഹാൻഡ് BJP-ക്കുണ്ട്. BJP പ്രതീക്ഷിക്കുന്ന രീതിയിൽ സെക്കൻഡ് ഫേസിലും മാന്യമായ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ മമത വീഴും എന്നുള്ളത് ഉറപ്പാണ്. മമതയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മമതയ്ക്ക് പോലും ഒരു കൃത്യമായ ക്ലൂ ഇല്ല എന്നതാണ് വസ്തുത. മമത ഇത്രയും ടെൻസ്ഡ് ആയിട്ട് സമീപകാലത്തൊന്നും ആരും ഒരു വോട്ടിംഗ് ഡേ, അതായത് പോളിംഗ് ഡേയിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അധിർ രഞ്ജൻ ചൗധരി, കോൺഗ്രസ് നേതാവ്, തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു സൂചനയാണ്. എന്നാൽ BJP ക്യാമ്പ് കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസിൽ നല്ലൊരു മുന്നേറ്റം BJP ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിൽ മമതയുടെ കോട്ടകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ മമതയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും വലിയൊരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നുള്ള ഒരു പിക്ചറാണ് കാണാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോളുകളും ആ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ബംഗാളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അവിടെ ഗ്രൗണ്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, അതായത് ഒരു പേടി, ഒരു ഭയം അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടർ ടേൺ ഔട്ട്, റെക്കോർഡ് വോട്ടർ ടേൺ ഔട്ടാണ്. അതിലൊന്നും ഒരു ചേഞ്ച് ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും തുറന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ്. കാരണം ആ രീതിയിലുള്ളൊരു ഗുണ്ടാരാജാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഗുണ്ടായിസം അഴിഞ്ഞാടുന്ന രീതിയിലുള്ളൊരു ഭരണകൂടമാണ് മമതാ ബാനർജിയുടേത്. നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ജനാധിപത്യത്തിൻ്റെ കാവലാളെന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ BJP-യെ എതിർക്കുന്നുള്ളൊരൊറ്റ പോസിറ്റിവിറ്റി മാത്രം വെച്ചിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മമതാ ബാനർജിയെ വലിയ വിശുദ്ധിയൊക്കെ ആക്കി മാറ്റുന്നത്. സത്യത്തിൽ ഗുണ്ടായിസം, പക്കാ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കൈക്കരുത്ത് പുറത്താക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് മമതാ ബാനർജിയും അവരുടെ അനുയായികളൊക്കെ പയറ്റുന്നത്. അപ്പോൾ അത് ഭീഷണിയുടെ ഒരു സ്വരം തന്നെയാണ്. അപ്പോൾ ആ ഭീഷണിയുടെ സ്വരം ഇത്തവണ ജനങ്ങൾ അതിജീവിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും BJP ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ തവണത്തെ പാളിച്ചകളെല്ലാം അവർ മറികടന്നിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ ഈ ബംഗാളി വികാരം ഇളക്കി വിടാനുള്ള മമതയുടെ ശ്രമങ്ങൾക്കൊന്നും BJP ചെവി കൊടുത്തില്ല, അല്ലെങ്കിൽ അതിലൊന്നും വീണില്ല എന്നുള്ളതാണ്. ലോക്കലൈസ് ആക്കി ഇലക്ഷൻ എന്നുള്ള ഓരോ മേഖലയിലും അത്രയ്ക്കും ആൻറ്റി ഇൻകംബൻസിൻ്റെ പണ്ടത്തെ കാലമല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPM 34 വർഷം ഭരിച്ചു, അതിനു മുമ്പ് കോൺഗ്രസ് വർഷങ്ങളോളം ഭരിച്ചു. അന്നത്തെ പോലെയല്ല. കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയ യുഗമാണ്. ഇൻ്റർനെറ്റിലൊക്കെ കൃത്യമായിട്ട് തന്നെയുള്ള നെറേറ്റീവ്സ് വരുന്നുണ്ട്. എല്ലാ ആസ്പെക്റ്റിലുമുള്ള നെറേറ്റീവ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് വോട്ടർമാർ, വനിതാ വോട്ടർമാർ, ഇവരൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അനാലിസിസാണ് പൊതുവെ ബംഗാളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP വിജയിച്ച് കയറാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ എക്സിറ്റ് പോളുകൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ BJP-ക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ട്. അതിനുള്ള പണി BJP അവിടെ എടുത്തിട്ടുണ്ടെന്നുള്ള. പക്ഷേ എക്സിറ്റ് പോളുകൾ എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നാമത് ഗ്രൗണ്ട് സീറോയിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് ബംഗാൾ പോലെയുള്ള ഒരു ലേഡി ഹിറ്റ്ലർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അസാധ്യമായ കാര്യമാണ്. ഇപ്പം ഇത്രയും വലിയ കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഇത്രയെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ടൊക്കെ കിട്ടുന്നത്. അതല്ലെങ്കിൽ അത് കിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ അത് കൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളൊന്നും നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ഓൾറെഡി ഒരു മൂഡ് മനസ്സിലാക്കി അതിനനുസരിച്ചൊക്കെ പ്രൊജക്ഷൻ കൊടുത്തതാകാനാണ് സാധ്യത. അത് പ്രദീപ് ഗുപ്ത, ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല അവരുടെ എക്സിറ്റ് പോൾ. പ്രോബബ്ലി എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ പോയി കൃത്യമായിട്ട് ജനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കണം, ഫീഡ്ബാക്ക് കിട്ടണം.
അതിനവർ തയ്യാറാകുമോ? കാരണം പോസ്റ്റ് പോൾ വയലൻസ് എന്നുള്ളത് ബംഗാളിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കോൺഗ്രസ് വന്നതിന് ശേഷം കഴിഞ്ഞ തവണയൊക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പം BJP ജയിച്ചാൽ ഒരു പരിധി വരെ അത് ഉണ്ടാവില്ല. നേരെ മറിച്ച് BJP പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം? അതായത് ഒരാഴ്ചയോളം ശരിക്കും അക്രമം അടിച്ചുവിടുകയായിരിക്കും തൃണമൂലിൻ്റെ ഗുണ്ടകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് ഈ പറയുന്ന കേന്ദ്രസേന ഇനിയും അവിടെ തുടരും, 2 മാസത്തോളം തുടരും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കൃത്യമായൊരു പ്ലാൻ BJPക്ക് ഉണ്ട്. BJP പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കും. ഒരു അക്യുറേറ്റ് ഒരു പ്രഡിക്ഷൻ എക്സിറ്റ് പോൾ വെച്ച് ബംഗാളിൻ്റെ സാഹചര്യം പറയാൻ സാധിക്കില്ല. കാരണം ബംഗാളിൽ അത്രയും എക്സ്ട്രീം കോൺടെസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ 2 പാർട്ടികൾക്ക് ഒരു 44% വോട്ട് ലഭിക്കുകയാണ്. എങ്ങനെ സീറ്റ് കൺവേർഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് BJP 180-ലധികം സീറ്റുകളിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കാരണം BJPക്ക് ഹിന്ദു ബേസ് വോട്ടാണ് BJPയുടെ നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടർ. ഇപ്പോൾ തൃണമൂൽ അല്പം കൂടി ഈ പറയുന്ന രീതിയിലാണെങ്കിൽ തൃണമൂൽ ഒരു മൈനോറിറ്റി മേഖലകളിൽ കൂടുതൽ ഒതുങ്ങി പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് കൺവേർഷൻ ഇപ്പം തുല്യ രീതിയിലുള്ള ശതമാനം വോട്ടാണ് 2 പാർട്ടികൾക്കും ലഭിക്കുന്നതെങ്കിൽ ഇപ്പം BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സെഫോളജിസ്റ്റുകളുടെ വിലയിരുത്തൽ. എന്തായാലും എക്സൈറ്റിംഗ് ആയുള്ളൊരു റിസൾട്ട് തന്നെയായിരിക്കും. ചിലപ്പോൾ BJP പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വിജയം, ഒരു 170-180 സീറ്റിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫൈറ്റിൽ, ഒരു എഡ്ജിൽ BJP കഷ്ടിച്ച് ഭൂരിപക്ഷം നേടാനുള്ളൊരു സാധ്യതയും നിൽക്കുന്നുണ്ട്. നമുക്കൊന്നും ഒരു പെർഫെക്റ്റ് പ്രഡിക്ഷനിലേക്ക് പോകാൻ പറ്റില്ല ബംഗാളിനെ സംബന്ധിച്ചെന്നുള്ള.